PCOS കാരണം നിങ്ങളുടെ പീരീഡ്സ് ഇറഗുലർ ആണോ? ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴാണോ പീരീഡ്സ് വരുന്നത്? അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം പീരീഡ്സ് വരികയും മരുന്ന് നിർത്തിയാൽ പഴയ പോലെ ആവുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. PCOS ഉള്ളവർക്ക് പീരീഡ്സ് റെഗുലർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. കാരണം PCOS ഉള്ള മെജോറിറ്റി ആളുകളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഫിസിക്കൽ ആക്ടിവിറ്റി, ബാലൻസ്ഡ് ഡയറ്റ്, ഉറക്കം, സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുവഴി ഓവുലേഷൻ റെഗുലർ ആവുകയും പീരീഡ്സ് റെഗുലർ ആവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഓവുലേഷൻ റെഗുലറായി നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. ഓവുലേഷൻ റെഗുലറായിട്ട് നടക്കുമ്പോഴാണ് പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നത്. പീരീഡ്സ് റെഗുലർ ആവുക എന്നത് മാത്രമല്ല, ഓവുലേഷൻ റെഗുലർ ആവുക എന്നത് കൂടി ഇമ്പോർട്ടന്റ് ആണ്. കാരണം റെഗുലർ ആയിട്ട് ഓവുലേഷൻ ആവുമ്പോഴാണ് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ബെറ്റർ ആവുന്നത്. ഓവുലേഷൻ ശരിയാവുമ്പോഴാണ് നിങ്ങളുടെ ഹോർമോണൽ സൈക്കിൾ നോർമൽ ആകാൻ തുടങ്ങുന്നത്. മൂന്നാമത്തെ കാര്യം, മറ്റ് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതായത് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, പ്രൊലാക്റ്റിൻ ലെവൽ കൂടുക എന്നിവയും ഓവുലേഷനെ ബാധിക്കാവുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം, സ്വയം ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിക്കരുത്. പലരും പീരീഡ്സ് വരാനായിട്ട് മാത്രം പലപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നിങ്ങളുടെ PCOS മാറില്ല. ഹോർമോണൽ ഇംബാലൻസിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ലോങ് ടേം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് PCOSന്റെ സിംറ്റംസ് ഇംപ്രൂവ് ആവുന്നത്. PCOS ഉള്ള ഒരാൾക്ക് പീരീഡ്സ് ഇറഗുലർ അല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ഒരു സിംറ്റം മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, മറ്റ് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, അവർക്ക് സ്ട്രെസ് ഉണ്ടോ, അവരുടെ സ്ലീപ്പ് എങ്ങനെയാണ്, ഇപ്പോൾ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. കാരണം പീരീഡ്സ് ക്രമമായി വരുന്നതിനേക്കാളും കൃത്യമായി ഓവുലേഷൻ നടക്കുക, ദീർഘകാലത്തേക്ക് മെറ്റബോളിക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് ലോങ് ടേം PCOSന്റെ ട്രീറ്റ്മെന്റ് ഗോൾ. പീരീഡ്സ് വരുത്തുക മാത്രമല്ല, റെഗുലർ ആയിട്ട് ഓവുലേഷൻ ഉണ്ടാവുക, ദീർഘനാളത്തേക്ക് മെറ്റബോളിക് ഹെൽത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക, ഹോർമോണൽ ബാലൻസ് മെച്ചപ്പെടുത്തുക എന്നിവയൊക്കെയാണ് PCOSന്റെ ട്രീറ്റ്മെന്റ് ഗോൾസ്. അപ്പോൾ PCOS കാരണം പീരീഡ്സ് റെഗുലർ ആയിട്ട് വരാത്ത നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. PCOS സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.